തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് വളരെ അധികമായ പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടൊരു മാസമാണെന്ന് നമുക്കറിയാം. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ ഇടയിൽ വളരെ അധികമാണ്. നമുക്കറിയാം, ഈശോയുടെ ഹൃദയം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ അമൂർത്തമായ ആ സ്നേഹം ഈശോയിലൂടെ പ്രകടമാകുകയാണ്. അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിക്കൊണ്ട് മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ ദർശിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നോക്കുമ്പോൾ ജ്വലിക്കുന്ന ഒരു തീനാളം നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമാണത്, ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം. ഈശോയുടെ ഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ടതാണ്. ഏതൊരു സ്നേഹവും ആത്മാർത്ഥമാണെങ്കിൽ അതിൻ്റെ പിറകിൽ ത്യാഗമുണ്ട്. ത്യാഗനിർഭരമായ സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം ജീവൻ നൽകിക്കൊണ്ടുള്ള ത്യാഗത്തിൻ്റെ അങ്ങേയറ്റമാണത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിന് ഒത്തിരിയേറെ സവിശേഷതകളുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്കൂളിലാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചിറങ്ങേണ്ടതും ജീവിക്കേണ്ടതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അപരനെ, സഹജനെ അവനായി തന്നെ കാണാൻ, അവനെ കാണുന്നത് പോലെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുക. എൻ്റെ കൂടെയുള്ളവൻ്റെ വിചാരവികാരങ്ങളെ, ആവശ്യങ്ങളെ, ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവൻ എങ്ങനെ മനസ്സിലാക്കുന്നു അതുപോലെ കാണാനായിട്ട് എനിക്ക് പറ്റുക. അത് വലിയ സ്നേഹമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന്, നമ്മുടെ നോട്ടത്തിൽ നിന്ന് മറ്റുള്ളവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈശോയുടെ സ്നേഹം എമ്പതിക്കായിട്ടുള്ള അല്ലെങ്കിൽ എമ്പതറ്റിക്കായിട്ടുള്ള സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ അവരനെ അവരനായിട്ട് കാണുന്ന, അവൻ്റെ എല്ലാ കുറവുകളോടും അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളോടുകൂടി വിചാരവികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഈ ഒരു സ്നേഹത്തിലേക്കാണ് ഈശോയുടെ തിരുഹൃദയം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുക. ഇന്ന് സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. മനുഷ്യൻ സ്വാർത്ഥനാകുന്നു, അവനിലേക്ക് തന്നെ ചുരുങ്ങുന്നൊരു കാലം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അക്രമാസക്തമാകുന്ന വ്യക്തികളെ, അക്രമാസക്തരായിട്ട് മാറുന്ന ജനക്കൂട്ടങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അഗ്രഷൻ, വയലൻസ് ഇന്ന് സിനിമകളിൽ പോലും ശക്തമാണ്. അങ്ങനെയുള്ള സിനിമകൾക്കാണ് യൂത്തൊക്കെ പ്രത്യേകിച്ചും കടന്നു ചെല്ലുന്നത്, കാണുന്നതെല്ലാം. നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ഈ ഒരു ധാർഷ്ട്യം, അഹങ്കാരം, മറ്റുള്ളവൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള കയ്യേറ്റത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ വളർന്നു വരുന്നതായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഈശോയുടെ തിരുഹൃദയം നമ്മെ കൈപിടിച്ചുയർത്തുന്നത് ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, അവരനായിട്ട് അവൻ്റെ വിചാരവികാരങ്ങളോടുകൂടെ കാണുന്ന അനുകമ്പാർദ്രമായ സഹാനുഭൂതി നിറഞ്ഞ ഒരു സ്നേഹത്തിലേക്കാണ്. ആ സ്നേഹത്തിലേക്ക് വളരാൻ ഈ തിരുഹൃദയ ഭക്തിയും ഈ തിരുഹൃദയ മാസാചരണവും നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സ്നേഹത്താൽ.